ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അരങ്ങിലെത്തി കലാമണ്ഡലം ഗോപിയാശാൻ. ആലപ്പുഴ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ആശാൻ കുചേല വേഷത്തിലെത്തിയത്. സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ച കഥകളി ആചാര്യന്റെ മടങ്ങിവരവ് ഏറെ സന്തോഷത്തോടെയാണ് ആരാധകർ കണ്ടത്. മലയാളത്തിന്റെ നളനെന്ന് കേരളം വിളിക്കുന്ന കലാമണ്ഡലം ഗോപിയാശാൻ. സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ച ഗോപിയാശാൻ വീണ്ടും അരങ്ങിലെത്തി ഏറെ നാളുകൾക്ക് ശേഷം. ആലപ്പുഴ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അരങ്ങും ആശാനും വീണ്ടും കെട്ടിപ്പുണർന്നത്. കുചേലനായി നിറഞ്ഞാട്ടം. പത്തൊൻപത് തവണ ഏവൂരിലെ വേദിയിൽ ആടിയിട്ടുണ്ട് ഗോപിയാശാൻ. കുചേലവേഷം ഇതാദ്യം. ആലപ്പുഴയിലെ സമാധാനം ഫൗണ്ടേഷനാണ് കലാമണ്ഡലം ഗോപിയാശാനെ വീണ്ടും അരങ്ങിലെത്തിച്ചത്. ഗോപിയാശാന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദരം. പകരം വയ്ക്കാനില്ലാത്ത കഥകളി ആചാര്യനെ ഇനിയും വേദികളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആരാധകർ. പഴയതുപോലെ നിറഞ്ഞാടാൻ ആരോഗ്യം അനുവദിക്കുന്നില്ലെന്നാണ് ആശാന്റെ മറുപടി. ആലപ്പുഴ. ഈ പറഞ്ഞ കടൽ പോലെയും മോഹൻലാലിനെ പോലെയും ആനയെ പോലെയും ഒക്കെ ഗോപിയാശാനെ കണ്ടാൽ മതി വരാത്ത ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ. ഇപ്പം 88-89 വയസ്സുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഗോപിയാശാൻ വീണ്ടും അരങ്ങിലേക്ക് എത്തിയാൽ ആദ്യമായി കാണുന്ന ഗോപിയാശാനെ പോലെ കാണുന്ന. അതെ, അത് ആശാൻ ഇങ്ങനെ വേഷം കെട്ടുന്നതിന് മുമ്പ് അവിടെ ഇങ്ങനെ നടക്കുന്ന ഒരു ചെറിയ മനുഷ്യൻ, അങ്ങനെ നമ്മൾ വിചാരിക്കുക. വേഷം കെട്ടി നളചരിത്രത്തിലെ നളനായിട്ടൊരു വരവുണ്ട്. അപ്പൊ അത് പറഞ്ഞല്ലോ. അപ്പൊ ഗോപിയാശാന് സ്വയം വിരമിക്കലൊക്കെ പ്രഖ്യാപിച്ചാലും ഇനി ഒരുപാട് വർഷങ്ങൾ അരങ്ങിലേക്ക് എത്താനും കാഴ്ചക്കാരുടെ കണ്ണിന് വലിയ ആനന്ദമാവാനൊക്കെ കഴിയട്ടെ. നേരത്തെ ആ കമന്റ് പറഞ്ഞത് റെജീനയാണേ, അതൊന്ന് പറഞ്ഞേക്കാം. റെജീനയുടെ പേര് പറയാൻ ഇത്ര കടിച്ചാ പൊട്ടാത്തതാണോ എന്ന് ചോദിക്കുന്നു. റെജീനയാണ്. നേരത്തെ ഞാനൊരു കമന്റ് വായിച്ചില്ലേ, മോർണിംഗ് വാക്കിലൊക്കെ ഒരുപാട് കമന്റ്സ് വായിച്ചിരുന്നതാണ്. ഇപ്പൊ ഇല്ല, അതൊരു കാലം എന്ന് പറഞ്ഞത് റെജീനയാണ്. ക്ഷമിക്ക് റെജീന, എന്താ അറിയോ, പേര് പെട്ടെന്ന് ഈ കമന്റ്സ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ പറയുമ്പോ തെറ്റുണ്ടാന്ന് വെച്ച് പറയാതിരുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.